രാജലക്ഷ്മി അമ്മേ, ഇങ്ങനെയെങ്കിലും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. തൽക്കാലം നിങ്ങളുടെ റോള് കഴിഞ്ഞില്ലേ? ഹേ ഇല്ല, തുടങ്ങുകയാണ്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാനാ രാജലക്ഷ്മി അമ്മയുടെ മുന്നിലേക്ക് വന്നത്. ഓഹോ, ഇനിയും ഉണ്ട്? ഉണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കാറായി. അതിന് ഞാൻ റിസീവർ ആയതുകൊണ്ട് പറയുക, ആ ഉടവാൾ ഉത്സവ സമയത്ത് പൊതുജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം. അതവിടെ ഉണ്ടല്ലോ അല്ലേ? അതിനെന്താ സംശയം? ദേവിയുടെ തിരുവാഭരണം വരെ പണയം വെക്കുന്ന അമ്പലം മാനേജർമാരുണ്ട്. അത് അമ്പലം മാനേജർമാർ, ഇത് ചെമ്പകമംഗലം. ഓ, താൻ പോയി ആദ്യം പൊതുമര്യാദ പഠിച്ചിട്ട് പാടും. രാജലക്ഷ്മി അമ്മേ, ഞാനൊരു പൊളിറ്റീഷ്യൻ കൂടിയാണെന്നുള്ള കാര്യം മാഡം മറക്കണ്ട. പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ടറൽസ്. പോയി പണി നോക്കണം. രാജലക്ഷ്മി അമ്മേ പോ. ദേ, അവൾ വരുന്നത് ചെമ്പകമംഗലത്തേക്കാ. ഞാൻ ക്ഷത്രിയനല്ലെങ്കിലും ആയുധം കരുതുന്നവനാണ്. പ്രതികളില്ലാതെ കൊല്ലപ്പെടുന്നവരുടെ പട്ടികയിലേക്ക് ഒരു പെൺകുട്ടി കൂടി. കൂടെ ഞാനില്ലേ, താൻ വാ. ഹലോ മാഡം. വിചാരിച്ചതുപോലെ എല്ലാം നന്നായി നടന്നല്ലോ അല്ലേ? അതിനേക്കാൾ ഭംഗിയായിട്ട് നടന്നു. മൈഥിലി കസറി കത്തിക്കയറി. അപ്പൊ ഇനി മൂന്നാമത്തെ ബോംബ്. അതല്ലേ നമ്മൾ ചെമ്പകമംഗലത്തേക്ക് പാക്ക് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഇനി തുടർച്ചയായിട്ട് ചെമ്പകമംഗലത്ത് പൊട്ടാൻ പോകുന്നത് ബോംബുകൾ മാത്രമായിരിക്കും. ഇനി ഇതിനകത്ത് ജീവിക്കുന്നതിനേക്കാൾ ഭേദം വല്ല കാടും കയറുന്നതാ. കിടന്നുറങ്ങാൻ കടത്തനായ നല്ലത്. ഏതോ മുജ്ജന്മ ശാപം. വെള്ളം കിട്ടാതെ ചത്ത ഏതെങ്കിലും കാരണവന്മാരുടെ ആത്മാവുകൾ ശപിച്ചതായിരിക്കും ഈ ചെമ്പകമംഗലത്തെ. അല്ലെങ്കിൽ ഇതുപോലൊരു വൃത്തികെട്ട മാരണത്തെ ചുമക്കേണ്ട ഗതികേട് വരുമോ നമുക്ക്? എന്ത് ചെയ്യാനാ സാവിത്രി? നമ്മുടെ കുഞ്ഞല്ലേ നമുക്ക് വലുത്. സഹിച്ചല്ലേ പറ്റൂ. നിന്നെ ഒരാളെ കരുതിയാ ഞാനിതൊക്കെ സഹിക്കുന്നത്, അല്ലാതെ കുഞ്ഞിനെ ഓർത്തൊന്നുമല്ലേ. അതിനെ എന്തായാലും ഈ നശൂലം പിടിച്ചവള് പ്രസവിച്ചതല്ലേ. കാക്ക തടാകത്തിൽ കുളിച്ചാ അറിയാനോ ആവോ? സാവിത്രി, നമ്മളൊരു തീരുമാനത്തിൽ എത്തിച്ചറിഞ്ഞിട്ട് പോന്നതാണ്. എവിടെ വരെ പോകും നമുക്ക് നോക്കാം. അതുവരെ ക്ഷമിക്ക്. ചിലതൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്ക്. കൈമളേട്ടൻ പറഞ്ഞത് അതിന്റെ ശരി. ചെമ്പകമംഗലത്ത് ഇപ്പൊ സൂര്യഗ്രഹണ സമയം. ലോകത്ത് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് അസാധാരണമൊന്നും അല്ലല്ലോ. ഗ്രഹണവും അസ്തമയവും കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുക്കുമല്ലോ. നമുക്ക് നോക്കാം മോളെ. എന്നെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്തതിന്റെ ശിക്ഷയാ ഇവർക്ക് കിട്ടുന്നത്. കിട്ടട്ടെ, എനിക്ക് ഇതിൽ പരം സന്തോഷം വേറൊന്നുമില്ല. ഇത് ഞാൻ എടുത്തു വെച്ചൊരു കുരിശ. ഇവളെ ഞാൻ തന്നെ അങ്ങ് തീർക്കട്ടെ മീനാക്ഷി. ഇവളെ കൊന്നിട്ട് കാർത്തേട്ടന് ജയിലിലേക്ക് പോവാം. പിന്നെ എനിക്കാരെ കാർത്തേട്ട? നീ ചിരിക്കൊന്നും വേണ്ട. പരാജയപ്പെട്ടവന്റെ ഒരു ചിരി മതി ജയിച്ചു എന്ന് കരുതുന്ന നിന്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കാൻ. കുഞ്ഞിനെ വെച്ച് നീ കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, അത് നിന്റെ നാശത്തിന്റെ തുടക്കം. ഒട്ടും സംശയം വേണ്ട. എനിക്കൊരു കാര്യം എല്ലാവരോടായി പറയാനുണ്ട്. പറയാനുണ്ടെന്നല്ല, പ്രഖ്യാപിക്കാനുണ്ട്. പ്രഖ്യാപനം. രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മൈഥിലി മാഡം രാജ്യത്തിലെ തന്റെ പ്രജകളോടായി എന്തോ പ്രഖ്യാപിക്കാൻ പോവാണെന്ന്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ. കളിയാക്കൊന്നും വേണ്ട. ഞാൻ മുമ്പോട്ട് വെച്ച കണ്ടീഷൻസ് ഒക്കെ അംഗീകരിച്ചതിന് ശേഷമാ നിങ്ങളോടൊപ്പം ഈ കുഞ്ഞുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഡിമാൻഡുകൾ പാലിക്കാനുള്ളതാ. വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ഞാൻ വ്യവസ്ഥയോട് കാണിക്കും.
എന്റെ അമ്മോ, വ്യവസ്ഥയെ അന്തസ്സുള്ളൊരു മഹാമഹതി നിന. ഓ, ഇവൾ ആരുടെ സപ്പോർട്ടില്ല ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കാരും സപ്പോർട്ടില്ലെന്നാണ് നിങ്ങൾ കരുതിയേ? ദേ വരുന്നു ദുശാസനൻ. ഇവനെ ഗതക്കടിച്ചു വീഴ്ത്തി ഇവന്റെ മാറു പിളർന്ന് ചോര കുടിക്കാൻ ഇവിടെ ഒരു ഭീമൻ ഇല്ലാതായി പോയല്ലോ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവനും ഇവളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്? ഈ വീട്ടിൽ നടന്ന എല്ലാ കലാപങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ഇവനും ഇവളും കൂടിയിട്ടാ. ദൈവമേ, സന്തോഷത്തോടെ ഒറ്റയ്ക്ക് നിന്ന് ഇവിടുത്തെ കളികളൊക്കെ കണ്ട് രസിക്കാന്ന് കരുതിയതാ. കാര്യമൊക്കെ കുഴഞ്ഞു. ഇനി ഞാനും ഇതിലൊരു കഥാപാത്രമാവുമല്ലോ. ഇവനെ എടുത്തിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ കണ്ടു നിൽക്കുന്നേ. ചതിച്ചല്ലോ എൻ്റെ ദൈവമേ. ഇവനാര്? അമരീഷ് പുരിയോ? ഇറങ്ങുന്നതൊക്കെ കണ്ടാലേ ഇവിടെ അങ്ങ് പൊളിച്ചടുക്കുമെന്ന് തോന്നുമല്ലോ. ഓ, എന്റെ കൈക്ക് പണിയായല്ലോ. ഈ സമയത്ത് ഒരളിയ യുദ്ധം വേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. നീ ആരുടെ പെർമിഷനോടെ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? ഇറങ്ങണ വെളിയില്. എനിക്കിനി ഇതിനകത്ത് കയറണമെങ്കിൽ നിങ്ങളുടെ ആരുടെയും പെർമിഷൻ വേണ്ട. അയ്യോടെ, പെർമിഷൻ വേണ്ടെന്നോ? നീ ആര്? ജില്ലാ കളക്ടറോ? എറണാകുളയില്. ജഗദീഷേട്ടാ, നമ്മൾ തമ്മിലൊരു പ്രശ്നം വേണ്ട. നിങ്ങൾ എൻ്റെ പെങ്ങളുടെ ഭർത്താവാ. ഞാൻ നിന്നെ എന്റെ ഭാര്യയുടെ ആങ്ങളായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലോ? അംഗീകരിച്ചില്ലെങ്കിലേ അംഗീകരിപ്പിക്കും. നാട്ടുകാരറിഞ്ഞ് നിയമപരമായിട്ട് കല്യാണം കഴിച്ച് തന്നതാ ഇവരെ നിങ്ങൾക്ക്. വെറുതെ വേഷം കെട്ടിറക്കല്ലേ. വേഷം കെട്ടിറക്കി നീ എന്നാ ആദ്യത്തെ പുത്തിരി. എന്താ സ്വഭാവം മാറോടി? അതെനിക്കിഷ്ടമായി. ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതരുത്. ആരാടാ ഇത്ര ചോദിക്കാൻ? ഇറങ്ങണം ഞങ്ങളുടെ മുറ്റത്തുനിന്ന്. വൈശാഖിനെ ഞാൻ വിളിച്ചിട്ടാ വന്നത്. കണ്ണി കണ്ട വൃത്തികെട്ടവരെയൊക്കെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റാൻ നീ ആരാടി? ഇവിടുത്തെ പരമാധികാരികൾ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയും ജനാർദ്ദന കൈമളുവാ. ആയിക്കോട്ടെ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിനക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചിട്ടുള്ളത് ഈ നിൽക്കുന്ന മുത്തശ്ശിയാ. എന്നുവെച്ച് ഇവനെയൊക്കെ ഇവിടെ വിളിച്ചു കയറ്റാൻ ആ വ്യവസ്ഥകളില്ല. വൈശാഖിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാ ഒപ്പം ഞാനും ഇറങ്ങും. ഇറക്കി വിടാതെ പിന്നെന്താ അവനെ കയറ്റി ഇവിടെ താമസിപ്പിക്കണോ? വൈശാഖ് ഇവിടെ ഈ ഔട്ട് ഹൗസിൽ താമസിക്കും. കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. ഈ കംസൻ ഇവിടെ താമസിക്കുമെന്ന്. ഇതാണ് മൈഥിലി സ്വയംവരം ആട്ടക്കഥ. എന്തോ പറഞ്ഞല്ലോ. പറഞ്ഞത് കേട്ടില്ലേ? മോനെ കാർത്തി, എന്നാ തുടങ്ങിക്കോ കംസവധം കഥകളി.
ജഗദീശേട്ടാ അയ്യോ, മോനെ വയസ്സാകെ നിർത്താൻ എന്റെ കുഞ്ഞുമായി ഞാൻ ഇവിടുന്ന് പോവാ. നിക്കടി അവിടെ. ആഹാ, ഇങ്ങോട്ട് കൊണ്ടുപാടി ഞങ്ങളുടെ കൊച്ചിനെ. ഇങ്ങോട്ട് തരാൻ. ഛി, കുഞ്ഞിനെ തരാൻ. മീനാക്ഷി, ദാ പിടിക്കുന്നില്ല കുഞ്ഞിനെ. നീ നിന്റെ പാട്ടിന് പോടി. ഇവനെയൊക്കെ ചെമ്പകമംഗലത്ത് കയറ്റി താമസിപ്പിച്ചിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് ഞങ്ങൾക്ക് വേണ്ട. കുഞ്ഞിനെ പ്രസവിച്ച അമ്മയില്ലെന്ന് കരുതി നിനക്ക് ഞങ്ങൾ പല പരിഗണനയും നൽകി, പല വിട്ടുപിടിച്ചുകയും ചെയ്തു. എന്നിട്ടും നീ ഞങ്ങളെ വെല്ലുവിളിക്കുന്നോടി. മാന്യന്മാർ താമസിക്കുന്ന വീട്ടിൽ കയറി എന്തോ ആകാമെന്ന് കരുതിയോ? ഇറങ്ങടി വെളിയില്. ഞങ്ങള് കേസ് പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങിച്ചോളാം. ഞങ്ങളുടെ കുഞ്ഞാ ഇത്. നിന്റെ അവിഹിത കഥ മുഴുവൻ കോടതിയെ ബോധ്യപ്പെടുത്തിയോ? ഇനി ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് കുഞ്ഞിനെ കാണാൻ പോലും പറ്റില്ല. ചില കാര്യങ്ങൾ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറായപ്പോ അവളങ്ങ് കയറി വിളയ. നോക്കിയിരിക്കാ, ഇറങ്ങി പോടി വിടുന്നു. പണിയൊന്നും പാളിയല്ല. ഇവിടുന്ന് പിടിവിട്ട ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ പറ്റില്ല. തന്ത്രപൂർവ്വം നിൽക്കണം. കൂടുതൽ വരട്ടാൻ ഇങ്ങോട്ട് വരണ്ട. കുഞ്ഞിനെ താൽക്കാലികമായി എനിക്ക് കൊണ്ടുപോകാന്ന് കോടതി ഉത്തരവായിട്ടാ ഞാൻ നിൽക്കുന്നേ. കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും പോകുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. ഒരിക്കൽ കൂടി പോലീസുകാരും വക്കീലും ഒക്കെ കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും. അവരിനി വന്ന നിങ്ങളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൂടി ചാർജ് ചെയ്യും. കുഞ്ഞിനെ ഞാനങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. കോടതി ഉത്തരവുള്ളതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ഇവള് പോവും മുത്തശ്ശി. നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൈവിട്ട് പോവും. മീനാക്ഷി, ഇവളെ വിടരുത് മുത്തശ്ശി. അവൾ അങ്ങനെ ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല മീനാക്ഷി. നീ വിഷമിക്കാതെ. നീ പറഞ്ഞ എല്ലാ ഡിമാൻഡുകളും ഞാൻ അംഗീകരിച്ചതാ. പക്ഷേ ഇവനെ ഈ വീട്ടിനകത്ത് ഇനി താമസിപ്പിക്കാൻ പറ്റില്ല. ഞാനും വൈശാഖും കൂടി ഒന്ന് ആലോചിക്കട്ടെ. വൈശാഖേ, വന്നേ. മൈഥിലി, നമ്മളിപ്പോ ഈ കൊച്ചിനെ കൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ പ്ലാൻ വേറെയല്ലേ? നീ ആ കാര്യം നടപ്പിലാക്കിയിട്ട് വാ. ആ കാര്യം നടപ്പാക്കിയിട്ട് ഞാൻ വരൂ. ഇത് ഇവരുടെ മുന്നിൽ ഞാൻ കാണിക്കുന്ന ഒരു ഡ്രാമയാ. എന്നാ നീ പൊയ്ക്കോ. ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോണേടാ. ശരി. ദേ, തൽക്കാലം ഞാനങ്ങ് പോവാ. പിന്നെ നിന്നെ ഈ ഏരിയ കണ്ടുപോരുത്. ഓ, ആ, അഥവാ ഇനി ഇതുപോലെ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാലേ അച്ഛൻ പണിക്കരോടും അമ്മ പണിക്കരോടും യാത്ര ചോദിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഒന്ന് പോടാ. ആ, പിന്നെ ഒരു മുട്ടനാടിനെ വാങ്ങിച്ച സൂപ്പ് വെച്ച് കുടിച്ചോ. ഇല്ലെങ്കിൽ നീ ചത്തു. അമ്മാതിരി ഇടിയാ ഇവൻ ഇടിച്ചത്. ഒന്ന് പോടാ അവിടുന്ന്. ഇയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഞാനൊരു പെണ്ണല്ലേ,
ഒരമ്മയുടെ വിഷമം എനിക്കറിയാം. എന്തായാലും ഇവൾ ഇത്രയും നാൾ എന്റെ കുഞ്ഞിനെ നോക്കിയതല്ലേ. എന്റെ ശത്രുവാണെങ്കിലും ഇവളോടൊരു മനസ്സലിവ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ പോകുന്നില്ല. പക്ഷേ അമ്പലത്തിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഡിമാൻഡുകൾ നിങ്ങൾ തെറ്റിക്കരുത്. എന്നോട് ഹരാസ്മെന്റ് ഒന്നും കാണിക്കരുത്. എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ തൽക്കാലം നിങ്ങളോടൊപ്പം നിൽക്കാം. പിന്നെ എന്റെ കുഞ്ഞ് എന്റെയിൽ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ ഇവളെ ഏൽപ്പിക്കാം. ഇവള് മരണം എറിഞ്ഞു വാങ്ങുകയാണല്ലോ ഭഗവാനെ. നീ അത്രയ്ക്ക് ഔദാര്യൊന്നും കാണിക്കണ്ട. ഈ മീനാക്ഷിക്ക് കുഞ്ഞിനോടുള്ള സെന്റിമെന്റ്സ് കൊണ്ട് മാത്രമാ. ഇല്ലെങ്കിൽ അവളെ ഞാൻ ഈ നശിച്ച് വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. അന്തസ്സും അഭിമാനവും ഒക്കെ പണയപ്പെടുത്തി ഇവിടെ ജീവിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. സാധാരണ മരുമക്കളെ പേടിച്ചോണ്ടാ അമ്മായിയമ്മമാര് കഴിയുന്നത്. ഇവിടെ തലതെറിച്ച് ഒരു എക്സ് മരുമകളെ പേടിക്കണം. അതും യാതൊരു അന്തസ്സും ഇല്ലാത്തവള്. ഇതാരാ ഈ നേരത്ത്? ഓ, എന്റെ വായിന്ന് നല്ലത് കേൾക്കാൻ വിധിക്കപ്പെട്ട ആരോ ആണ്. ഗൾഫിൽ നിന്നാണല്ലോ. ഹലോ സാവിത്രി, ഞാനാ. രാമേട്ടനോ? ഇതെന്താ രാമേട്ട ഇങ്ങനെ? എത്ര നാളെ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് വിളിച്ചാലും ഫോൺ എടുക്കില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചോന്നറിയോ? അത് എന്താ പറ്റിയത് രാമേട്ട? വീടും കൂടി ഭാര്യ മോനെയൊന്നും വേണ്ടായിരിക്കും. ഹലോ ഹലോ, ഇതെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അതെ, ഇത് ആരുടെ നമ്പരാ? രാമേട്ടന്റെ ഫോൺ അവിടെ പോയി. രാമേട്ട, ഇവിടുത്തെ കാര്യങ്ങൾ വല്ലത് രാമേട്ടൻ അറിയുന്നുണ്ടോ? ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് നടന്നാ മതിയല്ലോ അല്ലേ? രാമേട്ട, ചെമ്പകമംഗലം ഇപ്പൊ പിശാചുകളുടെ ഒരു വീടായിട്ട് മാറിയിരിക്കുക. വെറും പിശാചല്ല, ആ മൈഥിലി പിശാച്. സാവിത്രി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. രാമേട്ടൻ, ഞാൻ പറയുന്ന ആദ്യം കേക്ക്. എത്രയും പെട്ടെന്ന് എനിക്കൊരു വിസ ഇങ്ങോട്ട് എടുത്തതാ. ഞാനും അങ്ങോട്ട് വരിക. എനിക്കിവിടെ മടുത്തു. സാവിത്രി, ഇവിടെ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതാ ഞാൻ വേറൊരാളുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നത് ഇപ്പോ. രാമേട്ട, ഞാനിവിടെ അതിലും വലിയ പ്രശ്നത്തിലാ. ഈ വീട് ആകെ തകർന്നിരിക്കുക ഇപ്പൊ. ഇവിടെ ഇപ്പം ഭരണം അവളാ, ആ മൈഥിലി. നീ കുറച്ചേരം എന്റെ കാര്യങ്ങളൊന്ന് കേൾക്ക് സാവിത്രി. ഓ, രാമേട്ടൻ ആദ്യം എന്റെ കാര്യം ഒന്ന് കേക്കുവോ? ഞാനല്ലേ രാമേട്ടന്റെ ഭാര്യ. എന്റെ കാര്യമല്ലേ രാമേട്ടൻ കേൾക്കേണ്ടത്. നീ ഒരു അല്പസമയം എന്റെ കാര്യങ്ങളൊന്ന് കേൾക്ക്. എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയാൻ നീ സമ്മതിക്കുന്നില്ലല്ലോ. ഞാനിവിടെ അതിഗുരുതരമായ പ്രശ്നങ്ങളില്ല. ആ പഴയ ബിസിനസ് രാജാവല്ല ഞാനിപ്പോ. എന്തൊക്കെയാ രാമേട്ടനെ പറയുന്നേ? അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഞാൻ പറയുന്നത് വളരെ ക്ഷമയോടെ നീ കേൾക്കണം. പറ. അമ്മയുടെ ചക്കര പൊന്ന് ഇവിടെ കിടന്നോട്ടോ. കാറി പൊളിക്കല്ലേ. ഞാനാ മീനാക്ഷി പോലല്ല. എനിക്ക് ദേഷ്യം വന്നാലേ കൈ വലിച്ചങ്ങ് തരും. ആ, കിടന്നു. എന്താ
എന്താന്ന് നിന്നോടാ ഞാൻ ചോദിച്ചത്. കുഞ്ഞിനെ ഇങ്ങിതാ. എന്ത് ധിക്കാരുവാടി നീ പറയുന്നേ? ഒരു പെറ്റമ്മയുടെ മുമ്പിൽ വന്ന് ആ അമ്മ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങ് തായെന്നോ? നിനക്കൊരു ഉളുപ്പുമില്ലേടി? ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു. ഇനി ഞാൻ ക്ഷമിച്ചും സഹിച്ചു ഒന്നും നിൽക്കാൻ പോണില്ല. ഈ കിടക്കുന്നതേ എന്റെ കുഞ്ഞാ. ഇതിനി എന്റെ കൂടെ ഉണ്ടാവും. എനിക്ക് വല്ലപ്പോഴും റെസ്റ്റ് വേണോന്ന് തോന്നുമ്പോ ഞാൻ ഇതിനെ എനിക്ക് ഇഷ്ടമുള്ളവരെ ഏൽപ്പിക്കും. മനസ്സിലായോടി? എവിടെ പോയിടി നിന്റെ നാക്ക്? ഇപ്പൊ ഒരു മിണ്ടാട്ടവും ഇല്ലേ? എന്റെ കുഞ്ഞിനെ ഓർത്ത് ക്ഷമിച്ച് നിൽക്കുക നിവർത്തിയുള്ളൂ. എല്ലാ കണക്കുകളും കൂട്ടിവെച്ച് പലിശ സഹിതം പിന്നെ ഇവയ്ക്കിട്ട് കൊടുക്കാം. എന്താടി നീ ആലോചിക്കുന്നേ? നിന്റെ ദേഷ്യം നീ അങ്ങ് വിഴുങ്ങാണോ? അല്ലെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ സിറ്റുവേഷൻ? നീ അങ്ങ് പൊരിച്ചടുക്കുമായിരുന്നു. ഓ, ഇവളുടെ ഒരു ഭരണം. ഞാൻ ഏത് വഴി പോയാലും കുറ്റം, ഞാൻ അനങ്ങിയ തെറ്റ്. ചെമ്പകമംഗലം എന്ന സാമ്രാജ്യത്തിലെ മഹാറാണിയായിരുന്നില്ലേ? കുഞ്ഞിനെ ഇങ്ങി താ മൈഥിലി. ഓ, അപ്പൊ എന്റെ പേരും മര്യാദയുടെ ഭാഷയൊക്കെ നിനക്ക് അറിയാം. എന്നാലേ എനിക്കിപ്പോ തീരെ മര്യാദയില്ല. കുഞ്ഞിനെ തരാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല.